ഇനി ടർഫിൽ തകർക്കാം. ചാലക്കുടിയുടെ സ്വന്തം ടർഫ് മൈതാനം ഉദ്ഘാടനത്തിന്. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന രാജ്യാന്തര നിലവാരത്തിലുള്ള ഫുട്ബോൾ സിന്തറ്റിക് ടർഫ് കോർട്ട് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ 20 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെട്ട സംഘത്തോടൊപ്പം MLA നേരിട്ടെത്തിയാണ് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള 11 ഫുട്ബോൾ മത്സരങ്ങൾ നടത്താനാകുന്ന രീതിയിലാണ് വിശാലമായ ടർഫ് കോർട്ട് ഒരുക്കുന്നത്. 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ ഭാഗമായി 105x68 മീറ്റർ വിസ്തൃതിയിലുള്ള രാജ്യാന്തര നിലവാരത്തിലുള്ള സിന്തറ്റിക് ഫുട്ബോൾ ടർഫ്, സ്റ്റെപ്പ് ഗാലറി, ഓഫീസ് മുറി, ഡ്രസ്സിംഗ് മുറികൾ, ശുചിമുറികൾ, ഡ്രൈനേജ് സംവിധാനം, ഫ്ലഡ് ലൈറ്റുകൾ, ഫെൻസിംഗ് തുടങ്ങിയ സമഗ്ര സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത്. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ഇതിനായി കൂടുതൽ തൊഴിലാളികളെ നിയോഗിക്കണമെന്നും MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്യാന്തര നിലവാരത്തിലുള്ള ടർഫ് കോർട്ട് പൂർത്തിയാകുന്നതോടെ അന്തർദേശീയ മത്സരങ്ങൾക്ക് വേദിയാക്കാനും അതേ നിലവാരത്തിൽ നാട്ടിലെ കായിക താരങ്ങൾക്ക് പരിശീലനം നൽകാനും സ്റ്റേഡിയം പ്രയോജനപ്പെടും. 3 പതിറ്റാണ്ട് മുമ്പ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വിശാലമായ കളിക്കളം 2ആയി മുറിഞ്ഞുപോയിരുന്നു. മൈതാനത്തിന്റെ നടുവിലൂടെ ദേശീയപാത കടന്നുപോകാൻ സൗകര്യമൊരുക്കിയതോടെ കിഴക്ക് വശത്തുള്ള മൈതാനഭാഗം മറ്റ് ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുകയായിരുന്നു. ഈ ഭാഗത്താണ് കലാഭവൻ മണി സ്മാരക നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് സമീപമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടും പനമ്പള്ളി സ്മാരക മന്ദിരവും പ്രവർത്തിക്കുന്നു. ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തെ ചെറിയ കളിക്കളത്തിലാണ് നിലവിൽ കുട്ടികളും നാട്ടിലെ കളിക്കാരും പരിശീലനം നടത്തുന്നത്. പുത്തൻ ടർഫ് കോർട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കിട്ടുന്നതോടെ ചാലക്കുടിയുടെ കായിക പ്രതാപം വീണ്ടും തിരിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയാണ് നഗരസഭാ അധ്യക്ഷ ആലിഷ് ഷിബു, നഗരസഭാ ഉപാധ്യക്ഷൻ KV പോൾ എന്നിവർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കുവച്ചത്. നഗരസഭാ കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, ബിജു S. ചിറയത്ത്, VJ ജോജി, സ്പോർട്സ് കൗൺസിൽ കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ AK പ്രവീണ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. എല്ലാവർക്കും അറിയാം, ചാലക്കുടി ഒരുപാട് ഫുട്ബോൾ താരങ്ങൾക്ക് ജന്മം കൊടുത്തൊരു പ്രദേശമാണ്. പുതിയ ഒരു നല്ല തലമുറയെ ഒരു ഫുട്ബോൾ മേഖലയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള അടിസ്ഥാന സൗകര്യമാണ് ഈ ഗ്രൗണ്ട് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമുക്ക് സജ്ജമാകുന്നത്. ഇത് ഫിഫയുടെ നിലവാരത്തിലാണ്, ഫിഫ റാങ്കിങ് അനുസരിച്ചിട്ടാണ് ഇൻ്റർനാഷണൽ നിലവാരത്തിൽ ഏത് ഫുട്ബോൾ മത്സരവും നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആണ് ഈ കോർട്ട് ഇപ്പോൾ സജ്ജമായിട്ടുള്ളത്. ഫിഫയുടെ നിലവാരം അനുസരിച്ച് ഒരു സ്വപ്നം സഫലമാവുകയാണ്. ആധുനിക ഗ്രൗണ്ടിൻ്റെ പൂർത്തീകരണം ഇവിടെ ഏകദേശം 20 ദിവസം കഴിയുമ്പോൾ പൂർത്തീകരിക്കുമ്പോൾ മൺമറഞ്ഞ നമ്മുടെ ചാത്തുണ്ണി സാറും PV രാമകൃഷ്ണൻ ചേട്ടനും കായിക താരങ്ങളുമൊക്കെ തന്നെ ആഗ്രഹിച്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാലത്തെ ഒരു പ്രയത്നം തന്നെ ബഹുമാനപ്പെട്ട MLA എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനായിട്ട് കുറച്ച് സമയമെടുത്തു. എന്നിരുന്നാലും അവസാന സമയത്ത് നമുക്കിത് ചാലക്കുടിക്കാർക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് തുറന്നു കൊടുക്കാനായിട്ട് സാധ്യമാവുകയാണ്. എന്തായാലും ഇതിന് നേതൃത്വം കൊടുത്ത, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച MLA ഉൾപ്പെടെയുള്ള എല്ലാവരെയും ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ, ചാലക്കുടിയിലെ കളിക്കാർക്ക് വേണ്ടി അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുന്നു.